മഞ്ജുഷ, ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയിൽ ഒരു നെടുകയൊരു പിളർപ്പ് വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാർട്ടി അണികളിൽ, പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിലൊക്കെ. അതായത് ഇപ്പൊ ഓർഗനൈസേഷൻ കെ സി അതുമാത്രമല്ല, ഇത് വേണുഗോപാലിന്റെ ഒപ്പവും അസാധാരണമായ ഒരു സാഹചര്യമാണല്ലോ. ഈ MLA-മാർ എന്ന് പറയുന്ന അതെ സംസ്ഥാന അതെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരാൾക്ക് പിന്തുണ നൽകിയിരിക്കുന്ന, അതായത് നിയമസഭയിൽ ഇല്ലാത്ത ഒരാൾക്ക് പിന്തുണ നൽകിയിരിക്കുന്ന നിയമസഭാ അംഗങ്ങളായി മാറിയിരിക്കുകയാണ്. അവർ നാണം കെട്ട് അതെ ഇപ്പം തിരിച്ചു പിന്തുണ കൊടുക്കുന്നത്. അല്ലല്ല അതാണ് അല്ല പ്രധാനപ്പെട്ട അതിനകത്ത് കാര്യം. അതിന് അല്ല, ഇപ്പോൾ മഞ്ജുഷ, നിയമസഭാ അതിനകത്ത് ഈ കക്ഷി നേരത്തെ യോഗത്തിൽ ഇന്ന് പിന്തുണ കൊടുത്തതിനെ ആ രീതിയിൽ കാണുകയും വേണ്ടല്ലോ. അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ബാധ്യസ്ഥരാകുന്നു അല്ല, ഇന്ന് എന്നാണ്. പക്ഷേ അവരുടെ ഹൈക്കമാൻഡ് മനം തീരുമാനം മാറിയിട്ടുണ്ട് എന്ന് അംഗീകരിച്ചു പറയാൻ എന്നുള്ളത് മാത്രമേ കഴിയുമോ? ഉള്ളൂ. നേരെ VD ഇന്ന് പക്ഷത്തേക്ക് ചേർന്നു ഇന്ന് എന്ന്. ഇല്ലില്ല, ഇന്ന് ഹൈക്കമാൻഡിന്റെ തീരുമാനം MLA-മാർ അംഗീകരിക്കാം എന്നാണല്ലോ അവര് നേരത്തെ ഒരു പാസ്സാക്കിയ പ്രമേയം പ്രമേയം. പാസ്സാക്കുന്നു, അപ്പൊ സണ്ണി ജോസഫ് ഒരു പ്രമേയം പാസ്സാക്കുന്നു, അത് അംഗീകരിക്കുന്നു. അവരംഗീകരിച്ചു. അതിനർത്ഥം അവരുടെ അഭിപ്രായം മാറി എന്നോ അല്ലെങ്കിൽ അവര് പക്ഷം മാറി എന്നോ അല്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം കൂടുതലുള്ളിടത്തേക്ക് സാധാരണ ഇതിൽ കോൺഗ്രസിന്റെ ഒഴുക്ക് കൂടും. അപ്പൊ കെ സി വേണുഗോപാലിന്റെ ഭാഗത്തേക്ക് ഒഴുക്ക് കൂടിയത് അദ്ദേഹത്തിന്റെ കൈവശം നല്ല അധികാരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല അസാധാരണമായ അധികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോ നിലവിലെ സാഹചര്യത്തില് ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഹൈക്കമാൻഡിന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടെങ്കിൽ പോലും ആ അനുഗ്രഹാശിസ്സുകൾ ഉള്ള ഒരാളിനെ പോലും പരിചയപ്പെടുത്താൻ മാസ് അപ്പീലുള്ള അല്ലെങ്കിൽ മാസിന്റെ പിന്തുണ ആർജിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന അമ്മാതിരി സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള ഒരാൾക്ക് സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇതിനെ കെ സി വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തമ്മിലുള്ള മത്സരമായിട്ടല്ല കാണുന്നത്. മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നാളെ വരാൻ പോകുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ നാളെ വരാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. അതായത് MLA ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ഷനിയറിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന്, MLA-മാരെ സ്വന്തം പക്ഷത്താക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ ആംപ്ലിഫിക്കേഷനിലൂടെ ഒരു വലിയ ജനതയെ കൂടെ നിർത്തിക്കൊണ്ട് ആ ജനതയുടെ നേതാവായിട്ട് മാറി അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത്. ഇതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമൻ നരേന്ദ്രമോദി ചെയ്തതുപോലെ, അരവിന്ദ് കെജ്രിവാൾ ചെയ്തതുപോലെ, ഇപ്പോൾ വിജയ് ചെയ്തതുപോലെ ഉള്ള ഒരു മാസായിട്ടുള്ള ഒരു അപ്പീലിന്റെ മറ്റൊരു രൂപമാണ് ശ്രീ VD സതീശൻ നടപ്പിലാക്കിയത്. ഞാൻ നേരത്തെ പറയുന്നു, VD സതീശനാണ് കേരളത്തിൽ സോഷ്യൽ മീഡിയ സെൻസിബിലിറ്റി ഉള്ള ഏറ്റവും മികച്ച നേതാവ്. കാരണം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ 2011 മന്ത്രിയാകാതെ മാറ്റി നിർത്തിയ VD സതീശന്റെ വളർച്ച കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇവിടുത്തെ എല്ലാ എന്താ പറയുന്ന മിടുക്കന്മാരെയും മലർത്തിയടിച്ച് അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു നിസ്സാരപ്പെട്ട യാത്രയല്ല. മറിച്ച് അത് ഇതിന്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ, ഈ ടെക്നോളജിയുടെയും സോഷ്യൽ മീഡിയയുടെയും സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തി ഇവിടെ വന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇനി വരാനിരിക്കുന്ന യുവ നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ ഒരു പാഠപുസ്തകം കൂടിയാണ് ശ്രീ സതീശൻ. കാരണം ഇതുവരെയുള്ള മുഴുവൻ സംഭവങ്ങളും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.